ഫീൽഡ് ട്രിപ്പ് ആൻഡ് എക്സ്കേർഷൻ ആസ് ലേണിംഗ് റിസോഴ്സ്. ഫീൽഡ് ട്രിപ്പ് അതുപോലെ എക്സ്കേർഷൻസ് ഒരു ലേണിംഗ് റിസോഴ്സ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, വ്യത്യസ്തമായ രീതിയിലുള്ള ആക്ടിവിറ്റീസ്, ഔട്ട്സൈഡ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലേണിംഗ് റിസോഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അതായത് ഒരു ക്ലാസ് മുറിക്കുള്ളിൽ നിന്ന് കൊണ്ടുള്ള നോളജ് ഇൻകൾക്കേഷൻ അല്ലെങ്കിൽ നോളജ് ഇമ്പാർട്ടിങ് അല്ലെങ്കിൽ ഇമ്പാർഷൻ, അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, പുറമേ നിന്നുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് നമുക്കറിയാം. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് പാറ്റേൺ ടു ബി ഫോളോവഡ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ടു ഡ്രൈവ് ഹോം എ പോയിൻറ്റ്. ഓക്കെ, ഒരു മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, സോ വ്യത്യസ്തമായ കാര്യങ്ങൾ, അതായത് ഔട്ട്ഡോർ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡോർ എന്ന് പറയുമ്പോൾ ക്ലാസ് റൂമിനകത്ത് വെച്ച് നടക്കുന്ന ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളിലൂടെ കുട്ടി എന്ത് ചെയ്യുന്നു, ലേൺ ചെയ്യുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഔട്ട്ഡോർ ആയിട്ടുള്ള സ്കൂളിന് പുറത്തേക്ക് പോയിക്കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ലേണിംഗ് റിസോഴ്സായിട്ട് എന്ത് ചെയ്യാറുണ്ട്, പരിഗണിക്കാറുണ്ട്. ഫീൽഡ് ട്രിപ്പുകൾ, അതുപോലെ എക്സ്കേർഷൻ മെത്തേഡ്, അതുപോലെ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, പ്രൊജക്റ്റ് മെത്തേഡ്, പ്രോസസ് ബേസ്ഡ് ടീച്ചിങ് മെത്തേഡ്, ഇൻക്വയറി അപ്രോച്ച് മെത്തേഡ്, ലബോറട്ടറി ഓർ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, കോ ഓപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ് ഒക്കെ എന്താണ്, ഈ പറയുന്ന ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതായത് ഔട്ട്ഡോർ ആക്ടിവിറ്റി ഒരു ലേണിംഗ് റിസോഴ്സ് ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സോ ഇവിടെ ഫീൽഡ് ട്രിപ്പും അതുപോലെ എക്സ്കേർഷനും കുറിച്ചും പറയുന്നു. ഫീൽഡ് ട്രിപ്പ് അതുപോലെ എക്സ്കേർഷൻ മെത്തേഡ് ഒരു ലേണിംഗ് റിസോഴ്സ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. എ ഫീൽഡ് ട്രിപ്പ് is a visit to an area outside of the normal classroom where children can try new things, have different experiences and learn valuable life lessons. ഒരു ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് എ വിസിറ്റ്, അതൊരു സന്ദർശനമാണ്. ടു ആൻ ഏരിയ ഔട്ട്സൈഡ് ദി നോർമൽ ക്ലാസ് റൂം, നോർമൽ ക്ലാസ് റൂമിന് പുറത്തുള്ള ഒരു സ്ഥലത്തെ എന്ത് ചെയ്യുക, വിസിറ്റ് ചെയ്യുന്ന, സന്ദർശിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത് ഫീൽഡ് ട്രിപ്പ് എന്നറിയപ്പെടുന്നത്. വേർ ചിൽഡ്രൻ ക്യാൻ ട്രൈ ന്യൂ തിങ്സ്, അവിടെ എന്ത് ചെയ്യുക, പുതിയ കാര്യങ്ങളെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ട്രൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഹാവ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ്, വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ കുട്ടികൾക്ക് ലഭിക്കും. പിന്നെയോ ആൻഡ് ലേൺ വാല്യബിൾ ലൈഫ് ലെസൺ, എന്ത് ചെയ്യുന്നു, വാല്യബിൾ ആയിട്ട് വളരെ മൂല്യമേറിയതായിട്ടുള്ള ജീവിത പാഠങ്ങൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് കുട്ടികൾക്ക് നേടിയെടുക്കുവാനും എന്ത് ചെയ്യും, സാധിക്കും. സോ അത്തരത്തിലുള്ള ട്രിപ്പുകളാണ്, യാത്രകളാണ് ഇത്, സന്ദർശനങ്ങളാണ് ഇത് ഫീൽഡ് ട്രിപ്പുകളെന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂ ഇൻസൈറ്റ് ആൻഡ് ഹാൻഡ്സ് ഓൺ ഓപ്പർച്യൂണിറ്റീസ്. എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, അതുപോലെ ന്യൂ ഇൻസൈറ്റ്സ് കുട്ടികൾ ഉണ്ടാക്കുവാൻ എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നുണ്ട്. ഫീൽഡ് ട്രിപ്പ് ഇൻവോൾവ്സ് ജേർണി വിത്ത് ദ പീപ്പിൾ ടു ഒബ്സർവ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് സിറ്റുവേഷൻസ് ഔട്ട്സൈഡ് ദി ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിന് പുറത്തുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുവാനും അതുപോലെ അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തുവാനും കുട്ടികൾക്ക് അവസരം നൽകുന്നൊരു യാത്രയാണ് ഇത് ഫീൽഡ് ട്രിപ്പ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു സ്കൂൾ ബിൽഡിങ്ങിന് പുറത്തേക്കുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത്. പോപ്പുലർ ഫീൽഡ് ട്രിപ്സ് ഇൻക്ലൂഡ്സ് സൂ, അല്ലേ, നമ്മളെന്ത് ചെയ്യും, സൂ സന്ദർശിക്കാൻ വേണ്ടി പോകും, മൃഗശാലകൾ സന്ദർശിക്കാൻ വേണ്ടി പോകും, നാച്ചുറൽ സെൻറ്റേഴ്സ് സന്ദർശിക്കാൻ വേണ്ടി പോകും. അതുപോലെ എന്ത് ചെയ്യുന്നു, ഫയർ സ്റ്റേഷൻസ്, ഹോസ്പിറ്റൽസ്, ഗവൺമെൻറ് ഏജൻസീസ്, ലോക്കൽ ബിസിനസ്, അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, സയൻസ് മ്യൂസിയംസ്, ഫാക്ടറീസ്. ഓക്കെ, ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ആൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിലൂടെ നിരവധി കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാൻ, കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഫീൽഡ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക, നിരവധി സബ്ജക്റ്റുകളിൽ നേടുവാൻ എന്ത് ചെയ്യും, ഫീൽഡ് ട്രിപ്പ് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നിരവധി ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അത് കടന്നു പോകുന്നത്, അല്ലേ. പ്രിപ്പറേഷന്, അതുപോലെ ആക്ടിവിറ്റീസ്, ഫോളോ അപ്പ് ആക്ടിവിറ്റി എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അത് കടന്നു പോകുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ആ 3 ഘട്ടങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ്. അത് പ്രിപ്പറേഷൻ വേണം, പിന്നെ അത് ആക്ടിവിറ്റി അവിടെ നടത്തണം, അതുപോലെ ഫോളോ അപ്പ്, അത് കഴിഞ്ഞതിന് ശേഷമുള്ള ആക്ടിവിറ്റീസും എന്ത് ചെയ്യണം, ഡിസ്കഷൻസ്, ഫോളോ അപ്പ് ആക്ടിവിറ്റി ആയിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡിസ്കഷൻസ് വേണം. അതുപോലെ പ്രീ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നിരവധി മറ്റുള്ള കാര്യങ്ങൾ പ്ലാനിങ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ എന്ത് ചെയ്യണം, ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ലെക്ചേഴ്സ്, ടൂറ്, വർക്ക്ഷീറ്റ്, വീഡിയോസ്, ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ വേണം. ഫോളോ അപ്പ് ആക്ടിവിറ്റി ആയിട്ട് ഡിസ്കഷൻസും വേണം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫീൽഡ് ട്രിപ്പ് എന്ത് ചെയ്യുന്നത്, അവിടെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി
പർപ്പസ് ഓഫ് ഫീൽഡ് ട്രിപ്പ്. ഫീൽഡ് ട്രിപ്പിൻ്റെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഫീൽഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യപ്പെടുന്നത്? പ്രധാനമായും 5 ലക്ഷ്യങ്ങളെ കൊണ്ടാണ്, 5 പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫീൽഡ് ട്രിപ്പുകളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ഒന്നാമത്തേതാണ് ടു പ്രൊവൈഡ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്. ചിൽഡ്രൻസിന് അതുപോലെ സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നു, ഒരു ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു ഒറിജിനൽ എക്സ്പീരിയൻസ് നൽകുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഫീൽഡ് ട്രിപ്പുകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെയോ ടു സ്റ്റിമുലേറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ ഇൻ സയൻസ് ഓർ അതർ സബ്ജക്റ്റ്. ശാസ്ത്ര വിഷയങ്ങൾ, അതുപോലെ വാണിജ്യ, കൊമേഴ്സ്, അതുപോലെ മറ്റേത് സബ്ജക്റ്റ്, ഇംഗ്ലീഷ്, ഏത് വിഷയങ്ങളും ആയിക്കോട്ടെ, ഏതൊരു വിഷയത്തിലും എന്ത് ചെയ്യുക, താല്പര്യവും മോട്ടിവേഷനും പ്രചോദനവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്കെന്ത് ഉപയോഗിക്കാം, ഫീൽഡ് ട്രിപ്പുകൾ ഉപയോഗിക്കാം. പിന്നെയോ ടു ആഡ് റെലവൻസ് ടു ലേണിംഗ് ആൻഡ് ഇൻ്റർ റിലേഷൻഷിപ്പ്. എന്ത് ചെയ്യുക, ടു ആഡ് റെലവൻസ്, പ്രാധാന്യം, ലേണിങ്ങിൻ്റെയും ഇൻ്റർ റിലേഷൻഷിപ്പിൻ്റെയും പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ഫീൽഡ് ട്രിപ്പുകളെ ഉപയോഗിക്കാം. പിന്നെയോ ടു സ്ട്രെങ്തൻ ഒബ്സർവേഷൻ ആൻഡ് പെർസെപ്ഷൻ സ്കിൽസ്. എന്ത് ചെയ്യുന്നു, കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ഒബ്സർവേഷൻ സ്കിൽ, അതായത് നിരീക്ഷണത്തിനുള്ള സ്കില്ല്, അതുപോലെ പെർസെപ്ഷൻ സ്കിൽ, അതായത് എന്ത് ചെയ്യുക, കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സ്കില്ലുകൾ, ഇതൊക്കെ വർദ്ധിപ്പിക്കുവാൻ, മെച്ചപ്പെടുത്തുവാൻ എന്ത് ചെയ്യും, ഫീൽഡ് ട്രിപ്പുകൾ സഹായിക്കുന്നുണ്ട്. പിന്നെയോ ടു പ്രൊമോട്ട് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. പേഴ്സണലായിട്ടുള്ള അതുപോലെ സോഷ്യലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുക, വളർത്തിയെടുക്കുവാനും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇതിലൂടെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഫീൽഡ് ട്രിപ്പ്. ഫീൽഡ് ട്രിപ്പുകളെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തേതാണ് ഇറ്റ് പ്രൊവൈഡ്സ് ഡയറക്റ്റ് സോഴ്സ് ഓഫ് നോളജ്. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് നോളജ് ആണ് ഇത്, ഈ പറയുന്ന ഫീൽഡ് ട്രിപ്പുകൾ. ഡയറക്റ്റായിട്ട് നേരിട്ട് ലഭിക്കുന്ന അറിവിൻ്റെ ഉറവിടങ്ങളാണ് ഇത് ഫീൽഡ് ട്രിപ്പുകൾ എന്ന് അറിയപ്പെടുന്നത്. പിന്നെയോ ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് എസ്തെറ്റിക് സെൻസ്. എന്ത് ചെയ്യുന്നു, ഒരു എസ്തെറ്റിക് സെൻസിനെ എന്ത് ചെയ്യുക, വളർത്തിയെടുക്കാനുള്ളൊരു അവസരം എന്ത് ചെയ്യുന്നു, ഈ ഫീൽഡ് ട്രിപ്പുകൾ നൽകുന്നുണ്ട്. പിന്നെയോ ഇറ്റ് മോട്ടിവേറ്റ്സ് സ്റ്റുഡൻസ് ഫോർ എക്സ്പ്ലോറേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. ഒരു നമ്മുടെ എൻവയോൺമെൻറ്റിനെ എക്സ്പ്ലോർ ചെയ്യുവാൻ, എൻവയോൺമെൻറ്റിനെ കുറിച്ച് കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ, കണ്ട് മനസ്സിലാക്കുവാനുള്ളൊരു അവസരം എന്ത് ചെയ്യുന്നു, അതിനെന്ത് ചെയ്യുന്നു, ഫീൽഡ് ട്രിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. പിന്നെയോ ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് പവർ ഓഫ് ഒബ്സർവേഷൻ, എക്സ്പ്ലോറേഷൻ, ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡ്രോയിങ് ഇൻഫറൻസസ് ഫ്രം പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഓൺ സ്റ്റുഡൻസ്. എന്ത് ചെയ്യുന്നു, ഇത് പ്രത്യേകമായിട്ടുള്ള ചില സ്കില്ലുകളെ കുട്ടികളിൽ വളർത്തിയെടുക്കുവാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നുണ്ട്. നിരീക്ഷണവുമായി ബന്ധപ്പെട്ട്, എക്സ്പ്ലോറേഷനുമായി ബന്ധപ്പെട്ട്, ജഡ്ജ്മെൻറ്റ്, ഡ്രോയിങ് ഇൻഫറൻസസ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഇതൊക്കെ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരുവാൻ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള നിരവധി എബിലിറ്റീസും സ്കിൽസിനെയും കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഫീൽഡ് ട്രിപ്പ് സഹായിക്കുന്നുണ്ട്. പിന്നെയോ ഇറ്റ് ഡെവലപ്സ് കോ ഓപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്ത് ചെയ്യുന്നു, ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു, കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരുവാനും ഇത് സഹായിക്കുന്നു. ഒരു സഹകരണ മനോഭാവം, കുട്ടികളിൽ പരസ്പര സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു മനോഭാവം വളർത്തുവാനും എന്ത് ചെയ്യുന്നു, ഫീൽഡ് ട്രിപ്പുകളിലൂടെ സഹായിക്കുന്നുണ്ട്. പിന്നെയോ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ലെയ്ഷർ. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഒരു ലെയ്ഷർ എന്ത് ചെയ്യുന്നു, ഒരു എന്ത് ചെയ്യുക, ഒരു ആനന്ദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നു. പിന്നെയോ ഇറ്റ് മോട്ടിവേറ്റ് ദ സ്റ്റുഡൻസ് ഫോർ സെൽഫ് സ്റ്റഡി ആൻഡ് സെൽഫ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികളെ ഇതെന്ത് ചെയ്യുന്നു, പ്രചോദിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്, സെൽഫ് സ്റ്റഡിക്കും അതുപോലെ സെൽഫ് ആക്ടിവിറ്റിക്കും വേണ്ടിയിട്ട്. പിന്നെയോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിയേറ്റീവ് ഫാക്കൽറ്റീസ് ഓഫ് ദി സ്റ്റുഡൻസ്. എന്ത് ചെയ്യുന്നു, ക്രിയേറ്റീവ് ഫാക്കൽറ്റീസിനെ ഡെവലപ്പ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, അഡ്വാൻറ്റേജസുകളാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്, അഡ്വാൻറ്റേജസുകളായിട്ടാണ് പറയപ്പെടുന്നത്. ഇനി എന്തൊക്കെയാണ് ഫീൽഡ് ട്രിപ്പിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്? എന്തെല്ലാമാണ് ഫീൽഡ് ട്രിപ്പിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് നമുക്ക് നോക്കാം. ഒന്നാണ് ലാക്ക് ഓഫ് chaperones. Students of younger age are not able to correctly interact with the environment and other members of the society without supervision. സ്റ്റുഡൻസ് അറ്റ് യങ്ങർ ഏജ്, വളരെ ചെറിയ പ്രായത്തിലുള്ള യങ് ആയിട്ടുള്ള കുട്ടികൾ, അവർക്ക് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എൻവയോൺമെൻറ്റിനോട്, പരിസ്ഥിതിയോടൊക്കെ എന്ത് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യുവാൻ എന്ത് ചെയ്യും, പറ്റിക്കൊള്ളണമെന്നില്ല. മറ്റുള്ളവരോടും സൊസൈറ്റിയിലുള്ള മറ്റ് അംഗങ്ങളോടും വിത്തൗട്ട് സൂപ്പർവിഷൻ, കൃത്യമായിട്ടുള്ളൊരു മേൽനോട്ടമില്ലാതെ പ്രകൃതിയോടും പ്രകൃതിയിലുള്ള മറ്റ് അംഗങ്ങളോടും ഒന്നും എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുവാൻ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സാധിച്ചോളണമെന്നില്ല. ഓക്കെ, ദിസ് മീൻസ് വിത്തൗട്ട് chaperones ദ ട്രിപ്പ് മേ ബി എൻഡ് അപ്പ് ബീയിങ് അൺസക്സസ്ഫുൾ. അപ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സൂപ്പർവിഷനും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, ആ ട്രിപ്പ് എന്ന് പറയുന്നത്, ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഒരു വിജയകരമല്ലാത്ത ട്രിപ്പായിട്ട് മാറും.
പിന്നെയോ ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് എൻ്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ. എ ഫീൽഡ് ട്രിപ്പ് മേ റിക്വയർ ട്രാവൽ ഫ്രം വൺ റീജിയൻ ടു അനദർ. ഒരു ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന്, ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് അതിൽ ആവശ്യമായി വരുന്നത്. ദിസ് മീൻസ് ദ സ്കൂൾ ഓർ പാരൻസ് വിൽ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആൻഡ് മീൽ കോസ്റ്റ്. ദിസ് മേ ഓൾ അമൗണ്ട് ഈസ് ടു മച്ച് എക്സ്പെൻസസ്. എന്ത് ചെയ്യുന്നു? യാത്രാ ചിലവ്, ഭക്ഷണ ചിലവൊക്കെ എന്ത് ചെയ്യുക, ഒരു ഫീൽഡ് ട്രിപ്പിൽ വളരെ കൂടുതലായിരിക്കും. പലപ്പോഴും ആ ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് എന്ത് ചെയ്യുക, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പിന്നെയോ സേഫ്റ്റി കൺസേൺസ്. വെൻ സ്റ്റുഡൻസ് ആർ ഔട്ട് ഓഫ് സ്കൂൾ ദേ മേ കം into contact with harmful substances like toxic chemicals, hazardous equipment. Keeping them safe from these things may present quite a challenge. അതായത് സേഫ്റ്റി, സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഫീൽഡ് ട്രിപ്പിൽ അടുത്തതായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് പറയുന്നത് എന്താ, പലപ്പോഴും കുട്ടികൾ സ്കൂളിന് പുറത്തേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഫീൽഡ് ട്രിപ്പിലൊക്കെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, വ്യത്യസ്തമായിട്ടുള്ള ഹാംഫുള്ളായിട്ടുള്ള, ദോഷകരമായിട്ടുള്ള പല വസ്തുക്കളുമായിട്ടും കോണ്ടാക്റ്റ് കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ്, ഹസാർഡസ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്. സോ കുട്ടികളെ സേഫായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് എന്താണ്, ഒരു ചലഞ്ചാണെന്ത്, ഫീൽഡ് ട്രിപ്പിൽ. പിന്നെയോ സ്റ്റുഡൻറ്റ് ബിഹേവിയർ. ഓൺ ഫീൽഡ് ട്രിപ്സ് ആൻഡ് എക്സ്കേർഷൻസ് സ്റ്റുഡൻസ് നോർമലി ഗെറ്റ് എ സെൻസ് ഓഫ് ഫ്രീഡം വിച്ച് മേ ലീഡ് ടു ദം ടു മിസ്ബിഹേവ്. എന്ത് ചെയ്യുന്നു, പലപ്പോഴും ഫീൽഡ് ട്രിപ്പുകൾ, എക്സ്കേർഷൻസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്കൊരു ഫ്രീഡം, സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അതൊരു മിസ്ബിഹേവിയറിലേക്ക്, കുട്ടികളിൽ നിന്നുള്ള ഒരു മിസ്ബിഹേവിയറിലേക്ക് എന്ത് ചെയ്യാം, അത് നീങ്ങുവാനുള്ള, അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതെന്താണ്, ഈ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഫീൽഡ് ട്രിപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജസുകളാണെന്ത് അത് പറയുന്നത്. അടുത്തതാണ് ICT അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിർച്വൽ എക്സ്പെരിമെൻറ്റ്സ്, അതുപോലെ സിമുലേഷൻസ്. വിർച്വൽ എക്സ്പെരിമെൻറ്റുകളും അതുപോലെ സിമുലേഷൻസിനെയും ഒരു ലേണിംഗ് റിസോഴ്സുകളായിട്ട് എങ്ങനെ പരിഗണിക്കുന്നു? ICT അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിർച്വൽ എക്സ്പെരിമെൻറ്റ്സിനെയും അതുപോലെ സിമുലേഷൻ ടീച്ചിങ് മെത്തേഡിനെയും ഒരു ലേണിംഗ് റിസോഴ്സായിട്ട് പരിഗണിക്കുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് വെർച്വൽ ലബോറട്ടറി, അതാണ് വെർച്വൽ എക്സ്പെരിമെൻറ്റ്. വെർച്വലായിട്ടുള്ള രീതിയിൽ, അതായത് യഥാർത്ഥമല്ലാത്ത രീതിയിൽ കമ്പ്യൂട്ടറിൻ്റെയും ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെയും സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, പരീക്ഷണം നടത്തുക, അല്ലാതെ യഥാർത്ഥത്തിലുള്ള പരീക്ഷണങ്ങളല്ല. ICT ബേസ്ഡ് ആയിട്ടുള്ള വിർച്വലായിട്ട് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നടത്തപ്പെടുന്ന അത്തരത്തിലുള്ള വിർച്വൽ എക്സ്പെരിമെൻറ്റ് സോഫ്റ്റ്വെയർസിൻ്റെ സഹായത്തോടെ നടത്തപ്പെടുന്ന വിർച്വൽ എക്സ്പെരിമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു, അത് ഒരു ലേണിംഗ് റിസോഴ്സായിട്ട് പരിഗണിക്കുന്നു. So the concept of virtual laboratory or virtual lab, okay, the concept of virtual laboratory or virtual lab in the physical sciences is one with many ramifications. This may relate to the purpose of virtual laboratory is seeking to address its mode of delivery, the scope of delivery, the experience of both students and tutors, and indeed the suitability of an activity for implementation in a virtual laboratory. ഓക്കെ, സോ വിർച്വൽ ലബോറട്ടറി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ആക്ടിവിറ്റി. എന്ത് ചെയ്യുന്നു, സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്സ് ആവട്ടെ കെമിസ്ട്രി ആവട്ടെ, നമുക്ക് എന്തുണ്ട്, അവിടെ എന്ത് വരുന്നുണ്ട്, ചില എക്സ്പെരിമെൻറ്റുകൾ, ചില പരീക്ഷണങ്ങൾ ആവശ്യമാണ്. പരീക്ഷണം അതുപോലെ നിരീക്ഷണങ്ങളൊക്കെ ആവശ്യമാണ്. സോ അത് നമുക്ക് സാധാരണ ഒരു ലാബിൽ നിന്ന് ചെയ്യുന്നതിന് പകരം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് വിർച്വൽ ആയിട്ടുള്ള രീതിയിൽ ആ പരീക്ഷണങ്ങൾ നടത്തുന്ന സ്ഥലമാണ് ഇത് വിർച്വൽ ലബോറട്ടറി എന്നറിയപ്പെടുന്നത്. വിർച്വൽ ലബോറട്ടറി ഈസ് എ സെറ്റപ്പ്, ഈസ് എ കമ്പ്യൂട്ടർ ആക്ടിവിറ്റി ദാറ്റ് യൂസസ് ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ഫോർ കണ്ടക്ടിങ് വിർച്വൽ എക്സ്പെരിമെൻ്റൽ ആക്ടിവിറ്റീസ്. ഓക്കെ, so virtual laboratory is a computer based activity where students interact with an experimental apparatus or other activity via a computer interface. ഒരു കമ്പ്യൂട്ടർ ഇൻ്റർഫേസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ അപ്പാരറ്റസുമായി ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആക്ടിവിറ്റിയിലൂടെ എന്ത് ചെയ്യുന്നു, വിർച്വൽ ലബോറട്ടറി യൂസ് ചെയ്യപ്പെടുന്നു. സോ വിർച്വൽ ലബോറട്ടറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനമാണ്. അവിടെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്പെരിമെൻ്റൽ അപ്പാരറ്റസുമായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻറ്ററാക്ട് ചെയ്യുന്നു. അതിലൂടെ അതെന്തിലൂടെയാണ് സാധ്യമാകുന്നത്, ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അത് സാധ്യമാകുന്നത്.
ഓക്കെ. സോ ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള സ്ക്രീൻ എക്സ്പെരിമെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സാധ്യമാകുന്നത്. ഒരു വിർച്വൽ എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നു ഇവിടെ കുട്ടിക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുന്നു ലഭിക്കുന്നുണ്ട്. വിർച്വൽ ലാബ് എനാബിൾ സ്റ്റുഡൻസ് ടു ലേൺ അറ്റ് ദെയർ ഓൺ പേസ്, എൻഡ്യൂസ് ദം ടു കണ്ടക്ട് എക്സ്പെരിമെൻറ്റ്സ്. എന്ത് ചെയ്യുന്നു ഈ വിർച്വൽ ലാബ്സ് എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ എന്ത് ചെയ്യുന്നു പഠിപ്പിക്കുന്നുണ്ട് അല്ലേ, അറ്റ് ദെയർ ഓൺ പേസ്. അവരുടേതായിട്ടുള്ള വേഗതക്കനുസരിച്ച് എന്ത് ചെയ്യാം അവർക്ക് വിർച്വൽ ലാബ്സിലൂടെ എന്ത് ചെയ്യാം എക്സ്പെരിമെൻറ്റുകൾ പഠിക്കാം. അതുപോലെ എന്ത് ചെയ്യുക അവർക്ക് എക്സ്പെരിമെൻറ്റുകളെ എന്ത് ചെയ്യുക കണ്ടക്ട് ചെയ്യുവാനും എന്ത് ചെയ്യുന്നു സാധിക്കുന്നു എന്നാണ് പറയുന്നത്. വിർച്വൽ ലാബ്സ് ഓൾസോ പ്രൊവൈഡ് എ കംപ്ലീറ്റ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. വിർച്വൽ ലാബ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കംപ്ലീറ്റ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേർ ദ സ്റ്റുഡൻസ് ക്യാൻ അവെയിൽ വേരിയസ് ടൂൾസ് ഫോർ ലേണിംഗ്. അവിടെ എന്ത് ചെയ്യുന്നു വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ലേണിംഗ് ടൂൾസ് ലഭ്യമാകുന്നു. ഇൻക്ലൂഡിങ് അഡീഷണൽ വെബ് റിസോഴ്സസ്. എന്ത് ചെയ്യുന്നു അഡീഷണൽ ആയിട്ടുള്ള വെബ് റിസോഴ്സുകൾ ലഭ്യമാകുന്നു, വീഡിയോ ലെക്ചേഴ്സ് ലഭ്യമാകുന്നു, അനിമേറ്റഡ് ഡെമോൺസ്ട്രേഷൻസ് ലഭ്യമാകുന്നു, സെൽഫ് ഇവാലുവേഷൻസ് എന്ത് ചെയ്യുന്നു ലഭ്യമാകുന്നു. ഓക്കെ. ഇനി വിർച്വൽ ലബോറട്ടറി അഡ്വാൻറ്റേജസ്. വിർച്വൽ ലാബിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. ഹിയർ ആർ സം ബെനഫിറ്റ്സ് ഓഫ് എ ഹോസ്റ്റഡ് ട്രെയിനിങ് സൊല്യൂഷൻ ഫോർ വിർച്വൽ ട്രെയിനിങ് ലാബ്സ്. വിർച്വൽ ട്രെയിനിങ് ലാബ്സിൻ്റെ ബെനഫിറ്റുകൾ എന്തെല്ലാമാണ് എന്ന് പറയുന്നു. ഓക്കെ. ഒന്നാമതായി പറയുന്നു വിർച്വൽ ട്രെയിനിങ് സോഫ്റ്റ്വെയർ ഓഫേഴ്സ് മോർ ഷെഡ്യൂളിംഗ് ഫ്ലെക്സിബിലിറ്റി. നോ ഓൺസൈറ്റ് സ്റ്റാഫ് ഈസ് റിക്വയർഡ് ടു കീപ് വിർച്വൽ ട്രെയിനിങ് ലാബ്സ് ഓപ്പൺ ഓർ മെയിൻറ്റെയിൻഡ്. വിർച്വൽ ട്രെയിനിങ് സോഫ്റ്റ്വെയർസ്, അതായത് വിർച്വൽ ലബോറട്ടറി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റമാണല്ലോ. വിർച്വൽ ട്രെയിനിങ് സോഫ്റ്റ്വെയർസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം അവിടെ വിർച്വൽ ട്രെയിനിങ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് വിർച്വൽ എക്സ്പെരിമെൻറ്റ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നോ ഓൺ സൈറ്റ് സ്റ്റാഫ് ഈസ് റിക്വയർഡ് ടു കണ്ടക്ട് ദി വിർച്വൽ എക്സ്പെരിമെൻറ്റ്. വിർച്വൽ എക്സ്പെരിമെൻറ്റ് നമുക്ക് നടത്തുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും എന്തിൻ്റെ ആവശ്യമില്ല ഇവിടെ ഓൺ സൈറ്റ് സ്റ്റാഫിൻ്റെ ആവശ്യമില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആസ് ലോങ് ആസ് ദേ ഹാവ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ്, വിർച്വൽ ട്രെയിനിങ് ലാബ്സ് ആർ ആക്സസിബിൾ വെനെവർ സ്റ്റുഡൻസ് നീഡ് ടു യൂസ് ദം. എന്ത് ചെയ്യുന്നു എത്രത്തോളം കാലം നമുക്ക് ഹൈ സ്പീഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് നമുക്ക് ലഭ്യമാകുന്നുണ്ടോ അത്രത്തോളം കാലം എന്ത് ചെയ്യുക വിർച്വൽ ട്രെയിനിങ് ലാബ്സ് നമുക്ക് ആക്സസിബിൾ ആണ്. വെനെവർ ദ സ്റ്റുഡൻസ് നീഡ്സ് ടു യൂസ് ദ. എപ്പോഴൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക ഈ വിർച്വൽ ലാബ്സ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ടോ അപ്പോഴൊക്കെ എന്ത് ചെയ്യുക കുട്ടികൾക്ക് വിർച്വൽ ലാബ് ഉപയോഗിക്കാനുള്ള ഒരു ആക്സസിബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്നുണ്ട്. പിന്നെയോ ട്രെയിനിങ് പ്രൊമോട്ട്സ് എംപ്ലോയി ഡെവലപ്മെൻറ്റ് വിച്ച് ട്രാൻസ്ലേറ്റ് ഇൻ ടു ദ ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ആൻഡ് റവന്യൂ ഫോർ ദെയർ എംപ്ലോയീസ്. വിർച്വൽ ട്രെയിനിങ് ലാബ്സ് ആർ കോസ്റ്റ് എഫക്റ്റീവ് വേ ടു ഓഫർ വൈഡ് റേഞ്ച് ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്ഷൻസ് ടു യുവർ സ്റ്റാഫ്. എന്ത് ചെയ്യുന്നു വിർച്വൽ ലബോറട്ടറി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ കോസ്റ്റ് കുറവുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ. വളരെ കോസ്റ്റ് കുറവുള്ള ഒരു ട്രെയിനിങ് മെത്തേഡാണ് ഇത്. ഈ പറയുന്ന എഡ്യൂക്കേഷൻ മെത്തേഡാണ് ഇത് വിർച്വൽ ലബോറട്ടറി എന്ന് പറയുന്നത്. വളരെ ചിലവ് കുറവാണ്. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാം. സാധാരണ ലബോറട്ടറി പോലെ എക്സ്പെരിമെൻറ്റുകളെ പോലെയല്ല, വിർച്വൽ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഫ്ലെക്സിബിലിറ്റി യൂസറുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പിന്നെയോ പറയുന്നത് എന്താണ് അടുത്തതാണ് പറയുന്നത് വിർച്വൽ ട്രെയിനിങ് ലാബ്സ് ആർ കണ്ടെയ്ൻഡ് ആൻഡ് സെക്യൂർ, ഗിവിംഗ് ലേണേഴ്സ് എ സേഫ് സ്പേസ് ടു പ്രാക്ടീസ് ദെയർ സ്കിൽസ് വിത്തൗട്ട് ദ റിസ്ക് ഓഫ് കറപ്റ്റിംഗ് ലൈവ് ഡാറ്റ, ലീക്കിംഗ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ഓർ ഡാമേജിങ് എക്സ്പെൻസീവ് ഹാർഡ്വെയർ. എന്ത് ചെയ്യുന്നു വിർച്വൽ ട്രെയിനിങ് ലാബുകളായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു അത് എന്ത് ചെയ്യുന്നില്ല സാധാരണ ഒരു ലാബാണെങ്കിൽ എന്ത് ചെയ്യും അവിടെ പലപ്പോഴും ഉണ്ടാകാവുന്ന റിസ്ക് ഇവിടെ ഉണ്ടാകുന്നില്ല, ഈ വിർച്വൽ ലബോറട്ടറിയിൽ എന്ത് ചെയ്യുന്നില്ല ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ഇവിടെ സെക്യൂറാണ്. വിർച്വൽ ട്രെയിനിങ് ലാബുകൾ സെക്യൂർ ആയിട്ടുള്ളതാണ്, സേഫർ സ്പേസ് ടു പ്രാക്ടീസ്, വളരെ സേഫ് ആയിട്ടുള്ള സ്പേസാണെന്ത് പ്രാക്ടീസ് ചെയ്യുന്നതിന്. പിന്നെയോ ബൈ ഓഫറിംഗ് പ്രാക്ടിക്കൽ സ്കിൽസ് അക്വിസിഷൻ മെത്തേഡ്സ് ദാറ്റ് മിനിമലി ഡിസ്റപ്റ്റ് വർക്ക് ഷെഡ്യൂൾ. എന്ത് ചെയ്യുന്നു ഇത് പ്രാക്ടിക്കൽ സ്കിൽ അക്വിസിഷൻ ഓഫർ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു ഈ വർക്ക് ഷെഡ്യൂൾ വളരെ അപൂർവമായിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ തടസ്സപ്പെടുന്നുള്ളൂ. എംപ്ലോയീസ് ക്യാൻ ലേൺ വൈറ്റൽ കരിയർ അഡ്വാൻസിങ് സ്കിൽ വിത്തൗട്ട് ഹാവിങ് ടു ട്രാവൽ ഓർ ടേക്ക് ടൈം ഓഫ്. എന്ത് ചെയ്യുക ഇവിടെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എംപ്ലോയീസിനൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും വൈറ്റലായിട്ടുള്ള കരിയർ അഡ്വാൻസിങ് സ്കില്ലുകളെ എന്ത് ചെയ്യാം ഒരു യാത്രയുടെ ആവശ്യമില്ലാതെ കൂടുതൽ സമയം എടുക്കേണ്ടാതെ ആവശ്യമില്ലാതെ എന്ത് ചെയ്യാം നമുക്ക് പഠിച്ചെടുക്കുവാൻ എന്ത് ചെയ്യും സാധിക്കും. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക
നേടിയെടുക്കും. ഒരു വെർച്വൽ ലാബ്സിലൂടെ എന്ത് ചെയ്യുക, ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്, സാധാരണ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക, നേടിയെടുക്കുവാൻ എന്ത് ചെയ്യും, വെർച്വൽ ലബോറട്ടറിയിലൂടെ എന്ത് ചെയ്യും, സാധിക്കുന്നുണ്ട്. പിന്നെയോ എൻഗേജ്മെൻ്റ് ആണ്. വെർച്വൽ ലബോറട്ടറീസ് ആർ പ്രൊവൈഡിങ് എൻഗേജിങ് ദി സ്റ്റുഡൻസ് ഇൻ ദി ലേണിംഗ് പ്രോസസ്സ്. എന്ത് ചെയ്യുന്നു, ആ എക്സ്പെരിമെൻറ്റ് വെർച്വലായിട്ടുള്ള രീതിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, അവിടെ ഒരുപാട് എന്ത് ചെയ്യുന്നു, ഒരു എൻഗേജ്മെൻറ്റ് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, ആ ആക്ടിവിറ്റിയിൽ, ആ എക്സ്പെരിമെൻറ്റിൽ എന്ത് ചെയ്യുന്നു, ഒരു എൻഗേജ്മെൻറ്റ് സാധ്യമാക്കുന്നു. കുട്ടികൾ അതിൽ എൻഗേജ് ആയിരിക്കുന്നു എപ്പോഴും. ഇതൊക്കെ അഡ്വാൻറ്റേജസുകളാണ് വെർച്വൽ ലാബ്സിൻ്റെ അല്ലെങ്കിൽ വെർച്വൽ ലബോറട്ടറിയുടെ ICT ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സിൽപ്പെട്ട വെർച്വൽ ലബോറട്ടറിയുടെ ഒരു അഡ്വാൻറ്റേജ് ഗുണങ്ങളാണ്. പിന്നീട് വരുന്നതാണ് വെർച്വൽ ലബോറട്ടറി ഡിസ്അഡ്വാൻറ്റേജസ്. വെർച്വൽ ലബോറട്ടറിയുടെ ഡിസ്അഡ്വാൻറ്റേജസിൽ ഒന്നാമത്തേതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോസ്റ്റാണ് ഒന്നാമത്തെ പ്രശ്നം. Cost means virtual laboratory requires different softwares and hardwares to conduct the virtual experiment. വെർച്വൽ ആയിട്ടുള്ള രീതിയിൽ എക്സ്പെരിമെൻറ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരുപാട് ഹാർഡ്വെയേഴ്സും സോഫ്റ്റ്വെയർസും സൗകര്യങ്ങളും ഒക്കെ ആവശ്യമാണ്. ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, ഹാർഡ്വെയർസ്, സോഫ്റ്റ്വെയർസ് ഇവയുടെ എല്ലാം ആവശ്യമുണ്ട്. ഇറ്റ് റിക്വയേഴ്സ് എ കോസ്റ്റ്, അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചിലവ് വരുന്നുണ്ട്. സോ ദ കോസ്റ്റ് റിക്വയർഡ് ഫോർ virtual laboratory is a disadvantage. The increased cost or high cost that is required for setting a virtual laboratory is a disadvantage. അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. പിന്നെയോ അൺറിയൽ എഫക്റ്റ്. അൺറിയൽ എഫക്റ്റ് അതിലെന്താ പറയുന്നത്, വിർച്വൽ ലബോറട്ടറി പ്രൊവൈഡ്സ് ഓർ ഷോസ് ദ അൺറിയൽ എഫക്റ്റ്. എന്ത് ചെയ്യുന്നു, ഒരു അൺറിയൽ ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു എഫക്റ്റ് അല്ല എന്ത് ചെയ്യുന്നത്, വെർച്വൽ ലബോറട്ടറിയിൽ വെർച്വൽ എക്സ്പെരിമെൻറ്റ് നടത്തുന്നതിലൂടെ കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഒരു അൺറിയൽ ആയിട്ടുള്ള യഥാർത്ഥമല്ലാത്ത ഒരു എഫക്റ്റാണ് എന്ത് ചെയ്യുന്നത്, വെർച്വൽ ലബോറട്ടറിയിൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. പിന്നെയോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഈസ് അനദർ പ്രോബ്ലം. The virtual laboratory softwares or virtual lab related softwares updation is another problem. Continuously, frequently, the software updates, virtual lab software updates is another problem. വ്യത്യസ്തമായിട്ടുള്ള സോഫ്റ്റ്വെയർസിൻ്റെ അപ്ഡേറ്റ്സ് എന്ത് ചെയ്യുന്നു, ഒരു കാരണമാകുന്നുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂസിലേക്ക് എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായും അത് പോകുന്നുണ്ട്. പിന്നെയോ ടൈം റിക്വയർഡ് ഫോർ ജനറേറ്റിംഗ് ദി റിസൾട്ടിനെ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന സമയം, അതെന്താണ്, ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. പിന്നെയോ ലാക്ക് ഓഫ് ഇമ്മീഡിയസി ഓഫ് സൂപ്പർവിഷൻ ഇൻ നോർമൽ laboratory experiment there should be a supervisor for supervision. There should be a supervision by the teacher, that subject related teacher. ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ടീച്ചർ എന്ത് ചെയ്യും, ഒരു സാധാരണ ഫിസിക്കലായിട്ടുള്ള ഒരു ലബോറട്ടറി എക്സ്പെരിമെൻറ്റിൽ എന്ത് ചെയ്യും, അവിടെ ഒരു സൂപ്പർവിഷൻ ഉണ്ടാവും. കൃത്യമായ മേൽനോട്ടം ആരുടേതുണ്ടാവും, ഒരു ഇതുമായി ബന്ധപ്പെട്ട ആളുടേതുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യുന്നു, ഇൻ വെർച്വൽ ലബോറട്ടറി ദർ ഇസ് നോ സൂപ്പർവിഷൻ ബൈ ദി സബ്ജക്റ്റ് എക്സ്പേർട്ട്. സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ സൂപ്പർവിഷൻ എവിടെയില്ല, വിർച്വൽ ലബോറട്ടറിയിൽ ഇല്ല. വിർച്വൽ ലബോറട്ടറിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ലാക്ക് ഓഫ് ഇമ്മീഡിയസി ഓഫ് സൂപ്പർവിഷൻ, അവിടെ അടുത്ത് സൂപ്പർവിഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, മേൽനോട്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ റിസൾട്ട് വേഗമായി പോകാൻ, റിസൾട്ട് ഔട്ട്കം എന്ത് ചെയ്യുക, കൃത്യമല്ലാതെ ആവാനൊക്കെ സാധ്യതകൾ ഉണ്ട്. പിന്നെയോ ടെക്നോളജിക്കൽ പ്രോബ്ലംസ്, സാങ്കേതികപരമായ മറ്റു പ്രശ്നങ്ങൾ. ഓക്കെ, virtual laboratory is a computer based activity. Computer includes different components, technological components and technology. So different technology and technological components are used in virtual laboratory. Hardware, softwares, internet, all are used in creating a virtual laboratory setup. So due to the technological problems it will affect the virtual experiment. അതെന്ത് ചെയ്യുന്നു, വിർച്വൽ എക്സ്പെരിമെൻറ്റിനെ എന്ത് ചെയ്യും, അത് ബാധിക്കുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സോ ദീസ് ആർ ദി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് വെർച്വൽ ലബോറട്ടറി. അടുത്ത ഒരു ലേണിംഗ് റിസോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് സിമുലേഷൻ ടീച്ചിങ് മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത്. ദ വേർഡ് സിമുലേറ്റഡ് മീൻസ് ടു ഇമിറ്റേറ്റ് എക്സാക്ട്ലി.
സിമുലേറ്റഡ് എന്ന പദത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത് എന്താണ്? ഇമിറ്റേറ്റ് എക്സാക്റ്റ്ലി. എക്സാക്റ്റ് ആയിട്ടുള്ളതിനെ, യഥാർത്ഥമായിട്ടുള്ളതിനെ എന്ത് ചെയ്യുക? ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരിക്കുക എന്നാണ് എന്ത്? സിമുലേറ്റഡ് എന്ന പദത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. ഓക്കെ. ഇൻട്രസ്റ്റ് ഈസ് അറൗസ്ഡ് ഇൻ ദ പീപ്പിൾസ് ത്രൂ റോൾ പ്ലേയിങ് വൈൽ ടീച്ചിങ്. അല്ലേ? ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, അധ്യാപനം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുക? അതിൽ കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ താല്പര്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? റോൾ പ്ലേയിങ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിയെയോ ഒരു സംഭവത്തെയോ ഒരു സാഹചര്യത്തെയോ എന്ത് ചെയ്യുന്നു? അനുകരിക്കുകയാണ് ഈ റോൾ പ്ലേയിങ് എന്ന് പറയുന്ന പ്രവൃത്തിയിലൂടെ ചെയ്യുന്നത്. അങ്ങനെ ടീച്ചിങ് എന്ന് പറയുന്ന പ്രക്രിയയിൽ, അധ്യാപന പ്രക്രിയയിൽ എന്ത് ചെയ്യുന്നു? ഈ റോൾ പ്ലേയിങ് എന്ന് പറയുന്ന പ്രവൃത്തി ഉപയോഗിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻസിൻ്റെ, കുട്ടികളുടെ എന്ത് ചെയ്യുന്നു? വിദ്യാർത്ഥികളുടെ എന്ത് ചെയ്യുന്നു? താല്പര്യത്തെ, പഠനത്തിലുള്ള താല്പര്യത്തെ എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നു. ഓക്കെ. സോ സിമുലേഷൻ എന്ന് പറയുന്നത്, സിമുലേഷൻ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? കുട്ടികളുടെ പഠനത്തിലുള്ള താല്പര്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. The skill is used by teachers and pupils in the classroom by playing some role without any preliminary training. യാതൊരു വിധത്തിലുള്ള റിഹേഴ്സൽ ഇല്ലാതെ, യാതൊരു വിധത്തിലുള്ള പ്രിലിമിനറി ട്രെയിനിങ് ഇല്ലാതെ ഒരു ക്ലാസ് മുറിയിൽ എന്ത് ചെയ്യുന്നു? അധ്യാപകനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ എന്ത് ചെയ്യുന്നു? ഒരു റോള് പ്ലേ ചെയ്ത് കാണിക്കുന്നു. അത്തരത്തിലുള്ള ആ സ്കില്ലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി സേഫ്ലി കൺക്ലൂഡഡ് ദാറ്റ് സിമുലേഷൻ ഈസ് എ ഫോം ഓഫ് റോൾ പ്ലേയിങ്. നമുക്ക് പറയുവാൻ സാധിക്കുന്ന കാര്യം എന്താണ്? സിമുലേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് റോൾ പ്ലേയിങ്. സിമുലേഷൻ എന്ന് പറയുന്നത് ഒരു റോൾ പ്ലേയിങ് എന്ന് പറയുന്ന പ്രവൃത്തിയാണ്. വെർ ഇൻ പീപ്പിൾ ആൻഡ് ഓർ ടീച്ചേഴ്സ് ഡിസ്പ്ലേ ദ സ്കിൽസ് സ്പോണ്ടേനിയസ്ലി. അവിടെ എന്ത് ചെയ്യുന്നു? ഈ റോൾ പ്ലേയിങ്, സിമുലേഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള റോൾ പ്ലേയിങ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നു? വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരും എന്ത് ചെയ്യുന്നു? അവരുടെ സ്കില്ലിനെ, കഴിവിനെ എന്ത് ചെയ്യുന്നു? പ്രദർശിപ്പിക്കുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. സ്പോണ്ടേനിയസ് ആയിട്ട്. സ്പോണ്ടേനിയസ് എന്ന് പറയുമ്പോൾ എന്താ? വിത്തൗട്ട് എനി ട്രെയിനിങ്, വിത്തൗട്ട് എനി റിഹേഴ്സൽ. ഓക്കെ. ഇൻ ദി സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡ്, the pupils are only acquainted with the conditions. Therefore, they discuss and go ahead with the subject matter. Groups of 4 or 5 pupils are made in such a method. ഇവിടെ എന്ത് ചെയ്യുന്നു? കുട്ടികളെ, സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡിൽ എന്ത് ചെയ്യുന്നു? ഇവിടെ കുട്ടികളെ എന്ത് ചെയ്യുന്നു? 4 or 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. സിമുലേഷൻ ഇൻ ടീച്ചിങ് ഹാസ് റീസെൻ്റ്ലി എൻറ്റേർഡ് ഇൻ ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. സിമുലേഷൻ എന്ന് പറയുന്നത് ഈ ടീച്ചിങ് മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഈ അധ്യാപനത്തിലേക്ക് സിമുലേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ അടുത്ത കാലത്താണ്. ഇറ്റ് ഈസ് യൂസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുന്ന തലങ്ങളിൽ എന്ത് ചെയ്യുന്നു? സിമുലേഷൻ ഉപയോഗപ്പെടുത്തുന്നു. ദ ടീച്ചർ ഈസ് ട്രൈൻഡ് പ്രാക്ടിക്കലി ആൻഡ് ഓൾസോ ഇമ്പാർട്ടഡ് തിയററ്റിക്കൽ ലേണിംഗ്. എന്ത് ചെയ്യുന്നു? ടീച്ചർ പ്രാക്ടിക്കലായി ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്, അതുപോലെ എന്ത് ചെയ്യുന്നു? തിയററ്റിക്കൽ ലേണിംഗ് പഠിച്ചിട്ടുള്ളതുമാണ്. The pupil teacher needs to be trained in simulated situation before sending him to the school for teaching practice. Okay. Simulated play is an area in which specific communication skill is developed or educational process is carried on in artificially created situation. Artificially create ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നു? സിമുലേഷൻ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ, സിമുലേഷൻ റോൾ പ്ലേ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? സ്പെസിഫിക് ആയിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ, ആശയവിനിമയത്തിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കുവാനും അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിനെ ക്യാരി ചെയ്യുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും എന്ത് ചെയ്യുന്നു? സിമുലേഷൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. സിമുലേഷൻ സ്കിൽ which is a form of role playing is used in the subject matter of history, science, literature, etc. വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളിൽ എന്ത് ചെയ്യുന്നു? വ്യത്യസ്തമായ വിഷയങ്ങളിൽ എന്ത് ചെയ്യുന്നു? സിമുലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇമിറ്റേഷൻ ഈസ് ഡൺ ഓർ സം റോൾ ഇൻ പ്ലേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് ടീച്ചേഴ്സ്. വ്യത്യസ്തമായ അധ്യാപകരുടെ സഹായത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഇമിറ്റേഷൻ സാധ്യമാകുന്നു, അനുകരണം സാധ്യമാകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോളിനെ എന്ത് ചെയ്യുന്നു? അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഡെഫിനീഷൻ ഓഫ് സിമുലേറ്റഡ് ടീച്ചിങ്. സിമുലേറ്റഡ് ടീച്ചിങ്ങിൻ്റെ ഡെഫിനീഷൻ ഇവിടെ പറയുന്നുണ്ട്. സിമുലേറ്റഡ് ടീച്ചിങ് ഈസ് ദി ടെക്നിക്. സിമുലേറ്റഡ് ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെക്നിക്കാണ്. ഓഫ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ്. ലേണിങ്ങിൻ്റെയും അതുപോലെ ട്രെയിനിങ്ങിൻ്റെയും
പരിശീലനത്തിൻ്റെയും പഠനത്തിൻ്റെയും ഒരു ടെക്നിക്കാണ് ഇത് സിമുലേറ്റഡ് ടീച്ചിങ് എന്നറിയപ്പെടുന്നത്. which develops the ability in an individual regarding problem solving behavior. അതെന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയിൽ എന്ത് ചെയ്യുന്നു, ഒരു പ്രോബ്ലം സോൾവിങ് ബിഹേവിയർ എബിലിറ്റി എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ റോൾ പ്ലേയിങ് strongly in which learner perform the role in an artificially created environment. ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ, ഒരു അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നു, ലേണർ എന്ത് ചെയ്യുന്നു, അവരുടെ റോളിനെ എന്ത് ചെയ്യുന്നു, പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ്, അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്ത് ഇവിടെ ഇതിനെക്കുറിച്ച്, അതായത് സിമുലേറ്റഡ് ടീച്ചിങ്ങിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെയോ simulation is an effective teaching method that can help students learn by experience. ഓക്കെ, സിമുലേഷൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ്. അതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു, സ്റ്റുഡൻസിന് എക്സ്പീരിയൻസിലൂടെ എന്ത് ചെയ്യുക, അനുഭവത്തിലൂടെ എന്ത് ചെയ്യുക, പഠിക്കുവാൻ എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. ദാദർ ദാൻ ജസ്റ്റ് ഹിയറിങ് അബൌട്ട് ഇറ്റ്. വെറുതെ ആ ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നതിലുപരിയായിട്ട് അനുഭവങ്ങളിലൂടെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഒരു കാര്യത്തെ മനസ്സിലാക്കുവാൻ എന്ത് ചെയ്യുന്നു, സിമുലേഷൻ എന്ന് പറയുന്ന ടീച്ചിങ് മെത്തേഡ് സഹായിക്കുന്നു. It can be used to create a realistic, interactive and playful representation of real world situation. യഥാർത്ഥ ലോകത്തെ സാഹചര്യങ്ങളെ അവതരിപ്പിക്കുന്നതിനുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള, പ്ലേഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, സിമുലേഷൻ ടീച്ചിങ് മെത്തേഡ് സഹായിക്കുന്നു. ഒരു റിയൽ വേൾഡ് സിറ്റുവേഷനെ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനെ റെപ്രസെൻറ്റ് ചെയ്യുവാൻ, പ്രതിനിധീകരിക്കുവാൻ, അവതരിപ്പിക്കുവാൻ എന്ത് ചെയ്യുന്നു, സിമുലേഷൻ ടീച്ചിങ് എന്ന് പറയുന്ന മെത്തേഡിലൂടെ എന്ത് ചെയ്യുന്നു, സാധിക്കുന്നുണ്ട്. പിന്നീട് പറയുന്നു സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡ്. സ്റ്റിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡിൻ്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്താണ്? ഫസ്റ്റ് വൺ, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഒന്നാമത്തേതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. സ്റ്റുഡൻസ് ലേൺ ത്രൂ എക്സ്പീരിയൻസ്. സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു, അനുഭവങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, പഠിക്കുവാൻ സാധിക്കുന്നു. സോ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സാധ്യമാകുന്നു. ലേണിംഗ് ബൈ എക്സ്പീരിയൻസിങ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ, അനുഭവിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, പഠനം സാധ്യമാകുന്നുണ്ട് സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡിൽ. പിന്നെയോ എൻഗേജ്മെൻ്റ് ആണ്. ലേണേഴ്സ് ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു, ലേണേഴ്സിൻ്റെ ആക്റ്റീവായിട്ടുള്ള എൻഗേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, സാധ്യമാകുന്നു. ടീച്ചറുടെയും അതുപോലെ സ്റ്റുഡൻറ്റിൻ്റെയും ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് ആ ലേണിംഗ് പ്രോസസ്സിൽ സാധ്യമാകുന്നുണ്ട് സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡിലൂടെ. പിന്നെയോ ആപ്ലിക്കേഷൻ. സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡ് ക്യാൻ ആപ്ലിക്കബിൾ ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ, വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ഉപയോഗപ്പെടുത്താം, സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡിനെ ഉപയോഗപ്പെടുത്താം. പിന്നെയോ ലാബ് എക്സ്പീരിയൻസസ്. സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡ് പ്രൊവൈഡ്സ് ദ ലാബ് എക്സ്പീരിയൻസസ്. എന്ത് ചെയ്യുന്നു, ലാബ് എക്സ്പീരിയൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. ലബോറട്ടറി എക്സ്പീരിയൻസുകൾ പ്രൊവൈഡ് ചെയ്യുവാൻ സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡ് സഹായിക്കുന്നു. പിന്നെയോ വെറൈറ്റി ഓഫ് ഡിസിപ്ലിൻ. വ്യത്യസ്തമായിട്ടുള്ള ഡിസിപ്ലിൻസിൽ എന്ത് ചെയ്യാം, വി ക്യാൻ അപ്ലൈ ദിസ് മെത്തേഡ്. ഈ പറയുന്ന ടീച്ചിങ് മെത്തേഡിനെ സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡിനെ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റഡ് അല്ല സിമുലേറ്റഡ്. ഓക്കെ, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഓക്കെ, സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡിന് എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഡിസിപ്ലിൻസിൽ എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ്. മാത്രമല്ല ഇതൊരു റോൾ പ്ലേ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഈ പറയുന്ന സിമുലേഷൻ ഇൻ ടീച്ചിങ്ങിനെ വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ കലകൾ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. There are different arts of simulation in teaching. വ്യത്യസ്തമായിട്ടുള്ള കലകളിലൂടെ നമുക്ക് ചെയ്യാം. ഈ ടീച്ചിങ്ങിൽ സിമുലേഷൻ ചെയ്യാൻ വ്യത്യസ്തമായിട്ടുള്ള കലകളെ ഉപയോഗിക്കാം. ഒന്ന് സോളോ ആക്ടിംഗ് ആണ്, ഏകാംഗ അഭിനയം. പിന്നെയോ മിമിക് ചെയ്യുന്നതാണ്, മിമിക്രി കാണിക്കുന്നതാണ്. പിന്നെയോ ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പ്രഷൻ, ഒരു എക്സ്പ്രഷനെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. പിന്നെയോ ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ ആസ്പെക്റ്റ്, എല്ലാ ആസ്പെക്റ്റുകളെയും ഡെവലപ്പ് ചെയ്യുന്നതാണ്. പിന്നെയോ ഇമോഷണൽ ഓർഗനൈസേഷൻ, വൈകാരികരമായിട്ടുള്ള സംഘാടനം. അതുപോലെ ബോഡിലി എക്സ്പ്രഷൻ, ബോഡിയിൽ എന്ത് ചെയ്യുക, ശരീരത്തിൽ എക്സ്പ്രസ് ചെയ്യുക, പ്രകടിപ്പിക്കുക. ഇതൊക്കെ ആർട്ടാണ്, സിമുലേഷനുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, ദെൻ അടുത്തതായി ഇതിൽ പറയുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡ്. സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? അതിൽ പറയുന്നു, teachers are helped in a variety of ways through simulated training,
ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് സെൽഫ് കോൺഫിഡൻസ് എമംഗ് ദം. ടീച്ചർ ആവട്ടെ സ്റ്റുഡൻസ് ആവട്ടെ ഇവരിൽ എന്ത് ചെയ്യുന്നു, സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ എന്ത് ചെയ്യുന്നു, സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡ് സഹായിക്കുന്നു. കുട്ടികളിലും അതുപോലെ തന്നെ അധ്യാപകരിലും എന്ത് ചെയ്യുന്നു, ആത്മവിശ്വാസത്തെ വളർത്തുവാൻ എന്ത് ചെയ്യുന്നു, ഈ സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡ് സഹായിക്കുന്നു. പിന്നെയോ ദിസ് ടെക്നിക് ഹെൽപ്സ് ഇൻ ലിങ്കിങ് തിയറി വിത്ത് പ്രാക്ടീസ് ഓഫ് ടീച്ചിങ്. എന്ത് ചെയ്യുന്നു, ഇത് ലിങ്കിങ് തിയറി എന്ത് ചെയ്യുന്നു, പ്രാക്ടീസ് ഓഫ് ടീച്ചിങ്ങുമായി അല്ലേ എന്ത് ചെയ്യുന്നു, അത് ലിങ്ക് ചെയ്യുന്ന തിയറിയെ പ്രാക്ടീസുമായി ലിങ്ക് ചെയ്യുവാൻ. ആക്ച്വലി തിയറി വിത്ത് പ്രാക്ടീസ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട തിയറിയെ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട പ്രാക്ടീസുമായിട്ട് ലിങ്ക് ചെയ്യുവാൻ, ഒത്തുചേർക്കുവാൻ എന്ത് ചെയ്യുന്നു, ഈ ടെക്നിക്ക് സഹായിക്കുന്നു. പിന്നെയോ സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് ആർ ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി ആൻഡ് അനലൈസ് ക്രിട്ടിക്കൽ ടീച്ചിങ് പ്രോബ്ലംസ്. സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സിന് എന്ത് ചെയ്യുന്നു, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്തിനു വേണ്ടിയിട്ട്, ടു സ്റ്റഡി അനലൈസ് ക്രിട്ടിക്കൽ ടീച്ചിങ് പ്രോബ്ലം. ക്രിട്ടിക്കലായിട്ടുള്ള ടീച്ചിങ് പ്രോബ്ലത്തിനെ കുറിച്ച് പഠിക്കുവാനും അതിനെ അനലൈസ് ചെയ്യുവാനുമുള്ളൊരു അവസരമാണ് ഇത് സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സിന്. പിന്നെയോ സ്റ്റുഡൻറ്റ് ടീച്ചർ അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയറൽ പ്രോബ്ലംസ് ഓഫ് ക്ലാസ് റൂം ആൻഡ് ഡെവലപ്പ് ഇൻസൈറ്റ് ടു എൻകൗണ്ടർ ദം. എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ് മുറിയിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസിനെ സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് മറികടക്കാൻ എന്ത് ചെയ്യാമെന്നും അവർക്ക് എന്ത് ചെയ്യുക, അതിനുള്ളൊരു ഇൻസൈറ്റും അവർക്ക് കിട്ടും. പിന്നെയോ ഇറ്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് ടു മോഡിഫൈ ദെയർ ബിഹേവിയർ. സിമുലേറ്റഡ് ട്രെയിനിങ്ങിലൂടെ എന്ത് ചെയ്യാം, സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സിന് എന്ത് ചെയ്യുന്നു, ഫീഡ്ബാക്ക് ലഭിക്കുന്നു. അതിലൂടെ എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ ബിഹേവിയറിനെ എന്ത് ചെയ്യാം, മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നു. ഓക്കെ, പിന്നെയോ ദർ ഈസ് സെൽഫ് മോണിറ്ററിങ് ഇൻ സിമുലേറ്റഡ് ട്രെയിനിങ്. സെൽഫ് മോണിറ്ററിങ് എന്ത് ചെയ്യുന്നുണ്ട്, സിമുലേറ്റഡ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയർ ആണെങ്കിൽ, അനുയോജ്യമായിട്ടുള്ള സ്വഭാവമാണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, റീഇൻഫോഴ്സ് ചെയ്യുന്നുമുണ്ട്. പിന്നെയോ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡ്. സിമുലേറ്റഡ് ടീച്ചിങ് മെത്തേഡിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെ, ദോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറയുന്നു. ഇൻ സിമുലേഷൻ റോൾ പ്ലേയിങ് ഇറ്റ് ഈസ് ഡൺ ഇൻ ആർട്ടിഫിഷ്യൽ സിറ്റുവേഷൻ. സിമുലേഷൻ റോൾ പ്ലേയിങ് കണ്ടക്ട് ചെയ്യുന്ന എവിടെയാണ്, ഒരു ആർട്ടിഫിഷ്യൽ സിറ്റുവേഷനിലാണ്, യഥാർത്ഥ സാഹചര്യങ്ങളിലല്ല, ആർട്ടിഫിഷ്യൽ സിറ്റുവേഷനിലാണ്. ദാറ്റ് ഈസ് അൺസൈക്കോളജിക്കൽ ആൻഡ് ഇംപ്രാക്ടിക്കബിൾ. അൺസൈക്കോളജിക്കലാണ്, അതുപോലെ ഇംപ്രാക്ടിക്കബിളും ആണ്. പിന്നെയോ സിമുലേഷൻ ഈസ് ലൈക്ക് സോഷ്യോ ഡ്രാമ ഓർ സോർട്ട് ഓഫ് ഗെയിമിംഗ് വിച്ച് റെഡ്യൂസസ് സീരിയസ്നെസ് ഓഫ് ലേണിംഗ്. സിമുലേഷൻ എന്ന് പറയുന്ന ഒരു സോഷ്യോ ഡ്രാമ അല്ലെങ്കിൽ ഒരു സോർട്ട് ഓഫ് ഗെയിം ആണ്, ഒരു ഗെയിം പോലെയാണ്. വിച്ച് റെഡ്യൂസസ് ദ സീരിയസ്നെസ് ഓഫ് ലേണിംഗ് അല്ലേ, പഠനത്തിൻ്റെ എന്ത് ചെയ്യുന്നു, സീരിയസ്നെസ്സിനെ എന്ത് ചെയ്യുന്നു, പ്രാധാന്യത്തേക്ക് എന്ത് ചെയ്യുന്നു, ഇത് കുറയ്ക്കുന്നു. പിന്നെയോ നോ എംഫസിസ് ഈസ് ഗിവൺ ഓൺ ടീച്ചിങ് സ്കിൽസ് ഓർ കണ്ടൻറ് ടോട്ട് ഓൺലി ദ സോഷ്യൽ ബിഹേവിയർ ഈസ് കൺസിഡർ. ഇവിടെ സോഷ്യൽ ബിഹേവിയറിനെയാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലാതെ എന്തല്ല ടീച്ചിങ് സ്കിൽസിനെ അല്ല എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കണ്ടൻറ്റിനല്ല, ടീച്ചിങ് സ്കില്ലിനോ കണ്ടൻറ്റിനോ അല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് എന്താണ് ഇവിടെ ഈ പറയുന്ന സോഷ്യൽ ബിഹേവിയറിനാണ്. പിന്നെയോ ഇറ്റ് റിക്വയർസ് എ സൂപ്പർവിഷൻ ബൈ ട്രെയിൻഡ് പേഴ്സണൽ. കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു പേഴ്സണിൻ്റെ സൂപ്പർവിഷൻ ആവശ്യമാണ് ഇവിടെ. പിന്നെയോ സിമുലേഷൻ അറ്റംപ്റ്റ്സ് ടു പോർട്രേ ദ റിയൽ സിറ്റുവേഷൻസ് ഇൻ എ സിമ്പിൾ വേ. സിമുലേഷൻസ് എന്ത് ചെയ്യുന്നു, ഒരു റിയൽ സിറ്റുവേഷൻസിനെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. സാധാരണ രീതിയിൽ എന്താണ്, ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സും ഡിഫിക്കൽട്ടുമാണ് എന്നുള്ളതാണ് വസ്തുതയായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത പറയുന്നു റോൾ ഓഫ് ടീച്ചർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ടീച്ചർ. ഒരു ടീച്ചറുടെ റോൾ എന്താണ്, അതുപോലെ ഒരു ടീച്ചറുടെ ഇമ്പോർട്ടൻസ് എന്താണ്. ദ പേർപ്പസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് റിസോഴ്സസ് ഈസ് ടു മേക്ക് ലെസൺസ് ഇൻട്രസ്റ്റിംഗ്, ലേണിംഗ് ഈസി ആൻഡ് എനാബിൾ ടീച്ചേഴ്സ് ടു ഈസിലി എക്സ്പ്രസ് കൺസെപ്റ്റ്. ഈ ലേണിംഗ് റിസോഴ്സസിൻ്റെ പേർപ്പസും പ്രാധാന്യവും എന്താണ്, ലെസൺസിനെ, പാഠഭാഗങ്ങളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കുക, താല്പര്യമുള്ളതാക്കുക, അതുപോലെ ലേണിംഗ്, പഠനം വളരെ എളുപ്പമാക്കുക, അതുപോലെ എനാബിൾ ടീച്ചേഴ്സ് ടു ഈസിലി എക്സ്പ്രസ് കൺസെപ്റ്റ്, ടീച്ചേഴ്സിന്, അധ്യാപകർക്ക് എന്ത് ചെയ്യുക, ഒരാശയത്തെ എളുപ്പത്തിൽ പ്രകടിപ്പിക്കുവാൻ സാധിക്കുക. ഇതൊക്കെയാണ് ഒരു ലേണിംഗ് റിസോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. The role of teacher is to provide additional one-to-one support for children with moderate learning difficulties. Moderate ആയിട്ടുള്ള ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾക്ക് 1-to-1 സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു ടീച്ചറുടെ റോളാണ്. ഓരോ കുട്ടിക്കും എന്ത് ചെയ്യാതെ ഓരോ കുട്ടിക്കനുസരിച്ചുള്ള സപ്പോർട്ട് നൽകുക. അതായത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള, മോഡറേറ്റ് ആയിട്ട് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുക, അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യാം ഉള്ള
1-to-1 സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ടീച്ചറുടെ റോളാണ്. ദ ടീച്ചർ വിൽ കൺസിഡേഴ്സ് ways in which the curriculum can be differentiated in the classroom together with suitable materials and possible teaching and learning strategies. He will be responsible for monitoring and assessing and recording the progress of the child along with others. എന്ത് ചെയ്യണം? ഇവിടെ ഒരു ടീച്ചറുടെ ഉത്തരവാദിത്തമാണെന്ത് ഒരു കുട്ടിയുടെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്, കുട്ടിയുടെ പെർഫോമൻസ് പ്രോഗ്രസ് ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ബ്രോഡ്ലി സ്പീക്കിംഗ്, ദ ഫങ്ഷൻ ഓഫ് ടീച്ചേഴ്സ് ഈസ് ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ് learn by imparting knowledge to them and by setting up the situation in which students can and will learn effectively. വളരെ വിശാലമായി സംസാരിക്കുകയാണെങ്കിൽ ഒരു ടീച്ചറുടെ ഫംഗ്ഷൻ, ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളെ സഹായിക്കുക എന്നുള്ളതാണ്. എന്തിന്? നോളജിനെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെയോ അതുപോലെ തന്നെ കുട്ടികൾക്ക് അനുസരിച്ചുള്ള ഒരു സിറ്റുവേഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ ലേൺ എഫക്റ്റീവ്ലി എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, പാഠഭാഗങ്ങൾ പഠിക്കാൻ കാര്യക്ഷമതയോടെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനും സഹായിക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ ഫംഗ്ഷൻ, ധർമ്മമായിട്ട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ. പിന്നെ പറയുന്നു ടീച്ചേഴ്സ് ആൻഡ് ഹിസ് ടാസ്ക്. ടീച്ചർ അതുപോലെ അവരുടെ ടാസ്ക് എന്താണ്, ജോലികൾ എന്താണെന്ന് പറയുന്നുണ്ട്. ടു ആക്ടിവേറ്റ്, ഇൻഫ്ലുവൻസ്, മോട്ടിവേഷൻ ആൻഡ് എറൗസ് ദ ഇൻട്രസ്റ്റ് ഇൻ സ്റ്റുഡൻസ്. കുട്ടികളെ ആക്ടിവേറ്റ് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അതുപോലെ അവരെ എറൗസ് ചെയ്യുക, എറൈസ് ചെയ്യിക്കുക. പിന്നെയോ ടു ഹെൽപ്പ് ക്ലാരിഫൈ, ഇൻ്റർപ്രറ്റ് ആൻഡ് കമ്പയർ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, ഫിനോമിന ആൻഡ് ഇവൻറ്റ്സ്. എന്ത് ചെയ്യുക? ചില കൺസെപ്റ്റുകളെ ക്ലാരിഫൈ ചെയ്യാൻ, ഇൻ്റർപ്രറ്റ് ചെയ്യാനും കമ്പയർ ചെയ്യുവാനൊക്കെ എന്ത് ചെയ്യുക, സഹായിക്കുക കുട്ടികളെ. പിന്നെയോ ടു മേക്ക് ലേണിംഗ് ആർ മോർ ഫോക്കസ്ഡ്. വളരെ ഫോക്കസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക, ലേണിംഗ് ചെയ്യുന്നതിന്, എഫക്റ്റീവായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒക്കെ ചെയ്യുന്നതിന് എന്ത് ചെയ്യുക, മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ ലേണിംഗ് പഠനം എന്ത് ചെയ്യുക, സാധ്യമാക്കുക. പിന്നെയോ ടു പ്രൊമോട്ട് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഡിഫറൻറ്റ് സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. വ്യത്യസ്തമായിട്ടുള്ള സ്കിൽസ്, ആറ്റിറ്റ്യൂഡുകളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന്, മനസ്സിലാക്കുന്നതിന് എന്ത് ചെയ്യുക, സഹായിക്കുക. ഓക്കെ. അതുപോലെ പ്രൊമോട്ട് ടീച്ചർ സ്റ്റുഡൻറ്റ് ആൻഡ് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ. ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഇൻറ്ററാക്ഷനും എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ടീച്ചറുടെ ഒരു ഉത്തരവാദിത്തമാണ്, ടാസ്ക്കാണ്. പിന്നെയോ ടു എയ്ഡ് ഇൻ ഫൈൻഡിങ് കോസസ് ആൻഡ് റീസൺസ്. കാരണങ്ങൾ അതുപോലെ റീസൺസ് ഒക്കെ എന്ത് ചെയ്യുക, കണ്ടെത്താൻ സഹായിക്കുക. പിന്നെയോ ടു എൻകറേജ് സ്റ്റുഡൻസ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ഓരോ വിദ്യാർത്ഥിയുടെയും പേഴ്സണലായിട്ടുള്ള, വ്യക്തിഗതമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവരെ സഹായിക്കുക എന്നുള്ളതൊക്കെ ടീച്ചറുടെ ടാസ്ക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെയോ റോൾ ഓഫ് എ ടീച്ചർ. ഓൾ ടീച്ചേഴ്സ് ഹാവ് ദ കീ ടു പ്രൊവൈഡ് ഗുഡ് എൻവയോൺമെൻറ്റ് ഫോർ ദി സ്റ്റുഡൻസ്. ടീച്ചേഴ്സ് കൺസിഡേർഡ് ആസ് എ റോൾ മോഡൽ ഫോർ ദി സ്റ്റുഡൻസ്. എന്ത് ചെയ്യുന്നു? ടീച്ചർ എപ്പോഴും എന്താണ്, ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു റോൾ മോഡലൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. ടീച്ചർ ഹാവിങ് നോളജ് ഓഫ് ദി കണ്ടൻറ്റ്, സ്റ്റുഡൻസ് ആൻഡ് കരിക്കുലം. പ്ലാനിങ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് മീറ്റ് സ്റ്റുഡൻസ് നീഡ്സ് ആൻഡ് കരിക്കുലം റിക്വയർമെൻറ്റ്. ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റിയാണെന്ത്, ഒരു ഇൻസ്ട്രക്ഷൻസിനെ പ്ലാൻ ചെയ്യുകയും അതിലൂടെ കുട്ടികളുടെ ആവശ്യത്തെയും കരിക്കുലം റിക്വയർമെൻറ്റ്സിനെയും അത് മീറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെയോ ഓഫറിങ് അപ്രോപ്രിയേറ്റ് ആൻഡ് എൻഗേജിങ് ഇൻസ്ട്രക്ഷൻ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, കുട്ടികളുടെ ഇടയിൽ എൻഗേജ് ആവുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യുക, ഓഫർ ചെയ്യുക. പിന്നെയോ കമ്മ്യൂണിക്കേറ്റിംഗ് എഫക്റ്റീവ്ലി. ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ എന്ത് ചെയ്യുക, ആശയവിനിമയം നടത്തുക. അസസിങ് സ്റ്റുഡൻറ്റ് വർക്ക്. സ്റ്റുഡൻസിൻ്റെ വർക്കിനെ എന്ത് ചെയ്യുക, കൃത്യമായി അളക്കുക. ഡെമോൺസ്ട്രേറ്റിംഗ് പ്രൊഫഷണലിസത്തെ എന്ത് ചെയ്യുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അതുപോലെ പ്രൊവൈഡിങ് എ സേഫ് ആൻഡ് സെക്യൂർ ലേണിംഗ് എൻവയോൺമെൻറ്റ്. വളരെ സുരക്ഷിതമായ, സേഫായിട്ടുള്ളൊരു ലേണിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഇൻക്രീസിങ് സ്റ്റുഡൻറ്റ് അച്ചീവ്മെൻറ്റിനെ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതൊക്കെ എന്താണ്, ഒരു ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് പറയാം. ദെൻ ലിമിറ്റേഷൻസ് ഇൻ ദി യൂസ് ഓഫ് വേരിയസ് ലേണിംഗ് റിസോഴ്സ്. വ്യത്യസ്തമായിട്ടുള്ള ലേണിംഗ് റിസോഴ്സുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ലിമിറ്റേഷൻസ്, പരിമിതികൾ എന്തെല്ലാമാണ് എന്ന് പറയുന്നു. ഒന്നാമത്തേതാണ് റിസോഴ്സ് ലിമിറ്റേഷൻസ്. Basic supplies like paper, pencil and books can be hard to keep on hand and are prone to damage or disappearing. So resource limitations പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. പിന്നെയോ ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് മെറ്റീരിയൽസ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ അഭാവം. സോ പലപ്പോഴും എല്ലാ ഓഡിയൻസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിക്കൊള്ളാം എന്നില്ല. പിന്നെയോ ടെക്നോളജിക്കൽ ഇഷ്യൂസ്. സാങ്കേതികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അതെന്ത് ചെയ്യുന്നു, ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ. ടെക്നോളജിക്കൽ ഇഷ്യൂസ്, പലപ്പോഴും സോഫ്റ്റ്വെയർ, ഇൻ്റർനെറ്റ് കണക്ഷൻ, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ. പിന്നെയോ സ്റ്റാറ്റിക് ഫോർമാറ്റ്സ്.
Some resources are published in digital format that make hard to download, access and modify the content. പിന്നെയോ ലേണിംഗ് കണ്ടീഷൻസ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പഠന സാഹചര്യങ്ങൾ, അതുപോലെ ടൈം കൺസ്ട്രെയിൻസ്, നമ്മുടെ സമയം എന്ന് പറയുന്നത് എന്താണ്, ലേണിംഗ് റിസോഴ്സിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആവശ്യത്തിന് സമയം ലഭിക്കാത്ത പ്രശ്നമാണ്. പിന്നെ ടീച്ചർ ചലഞ്ചസ് ആണ്. ടീച്ചറുടെ ലേണിംഗ് റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിലുള്ള ചലഞ്ചസ്, പ്രയാസങ്ങൾ, മെറ്റീരിയൽസ് മാനേജ് ചെയ്യുന്നതിൽ, ലേണിംഗ് ടെക്നോളജി കീപ്പ് ചെയ്യുന്നതിൽ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് അപ്രോച്ച് സെലക്ട് ചെയ്യുന്നതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു, ലിമിറ്റേഷൻസ് ആണ് വ്യത്യസ്തമായിട്ടുള്ള ലേണിംഗ് റിസോഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും യൂണിറ്റ് 4 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ലേണിംഗ് റിസോഴ്സസുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു.